നമസ്കാരം STV നൂൺ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി കോൺഗ്രസ് നേതൃത്വം മയപ്പെടുത്തുന്നത് ഭയം കൊണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പല നേതാക്കളുടെയും രഹസ്യങ്ങൾ രാഹുലിനറിയാം. ശാസ്ത്രമേള പോലുള്ള പരിപാടികളിൽ MLA എന്ന നിലയിൽ രാഹുൽ പങ്കെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. സന്നിധാനത്ത് നടക്കുന്ന അയ്യപ്പ സംഗമത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി പങ്കെടുത്താൽ തടയുമെന്ന് BJPയുടെ വെല്ലുവിളി സ്വപ്നം മാത്രമെന്നും മന്ത്രി ശിവൻകുട്ടി. പാർട്ടിയിലെ പ്രാഥമിക അംഗത്വത്തിന് പോലും അർഹനല്ലാത്ത വ്യക്തിയെ പാലക്കാട്ടെ ജനങ്ങൾക്ക് മേൽ കെട്ടിവെക്കുന്നത് എന്തിനാണെന്ന് വ്യക്തമാക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണമെന്ന് മന്ത്രി MP രാജേഷ്. രാജിയല്ലാതെ രാഹുലിന് മുന്നിൽ വേറെ വഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ നേരത്തെ തന്നെയുള്ളതാണെന്നും ഇത് മറച്ചുവെച്ചാണ് പാലക്കാട്ടെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും MP രാജേഷ്. മുള്ളൂർക്കര വാഴക്കോട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. പ്രദേശത്ത് ഭീതി പരത്തിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ആനകളെ കാട്ടിലേക്ക് തിരിച്ചയക്കാനായത് RRT സംഘം നടത്തിയ ദീർഘനേരത്തെ പരിശ്രമത്തിനൊടുവിൽ. കുളപ്പള്ളി ഷൊർണൂർ പാതയിൽ അറ്റകുറ്റപ്പണികൾ തുടങ്ങി. മഴ മാറിയതോടെ പാതയിൽ നടത്തുന്നത് 25 ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണികൾ. ഓണത്തിന് മുൻപ് റൂട്ടിൽ ഗതാഗതം സുഗമമാക്കാൻ ശ്രമം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നേതൃത്വം നടപടി മയപ്പെടുത്തുന്നത് ഭയം കൊണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ശാസ്ത്രമേള പോലുള്ള പരിപാടികളിൽ രാഹുൽ പങ്കെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. സന്നിധാനത്ത് നടക്കുന്ന അയ്യപ്പ സംഗമത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പങ്കെടുക്കുന്നത് തടയുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസ്താവന സ്വപ്നം മാത്രമാണെന്നും മന്ത്രി പാലക്കാട്ട് പറഞ്ഞു. രാഹുലിനെ സംരക്ഷിക്കുന്നത് VD സതീശനും ഷാഫി പറമ്പിലുമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്താൽ കോൺഗ്രസിൽ പൊട്ടിത്തെറിയുണ്ടാകും. കോൺഗ്രസിലെ പലർക്കുമെതിരെയുള്ള തെളിവുകൾ രാഹുലിന്റെ കൈവശമുള്ളതുകൊണ്ട് രാഹുൽ ഭീഷണിപ്പെടുത്തുകയാണ്. കുട്ടികൾ കാണുന്നവരും കേൾക്കുന്നവരുമാണ്. പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്ന രാഹുലിനെതിരെ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണ പിന്തുണ കൊടുത്തിരിക്കുന്നത് ഷാഫി പറമ്പും VD സതീശനുമാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് നേതാക്കളെ ഭീഷണിപ്പെടുത്തുകയാണ്. ഞാൻ രാജിവെക്കേണ്ടി വരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ സംഭവവികാസങ്ങൾ ഞാൻ പുറത്തുവിടുമെന്നാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ വെല്ലുവിളിച്ച് ഭീഷണിപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു. ആ ഭീഷണിക്ക് മുന്നിൽ ഈ നേതാക്കന്മാർ മുട്ടുമടക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഇത്രയും വലിയ പ്രതിഷേധം വന്നിട്ട് പോലും MLA സ്ഥാനം രാജിവയ്പ്പിക്കുന്നതിന് വേണ്ടി അവർ ഭയന്ന് നിൽക്കുന്നു. കോൺഗ്രസ് ഭയപ്പെടുന്ന പല കാര്യങ്ങളും രാഹുലിന്റെ കൈവശമുണ്ട്. വടക്കന്തറ വ്യാസവിദ്യാപീഠത്തിൽ 4 ബോംബ് കണ്ടെത്തിയ സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം നടത്തുന്നുണ്ട്. RSS റൂട്ട് മാർച്ചും ദിനവും ശാഖയും നടത്തുന്ന മൈതാനത്തിൽ നിന്നാണ് ബോംബ് കണ്ടെത്തിയത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ സർക്കാർ നടപടിയെടുക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സ്കൂളെന്ന് പറഞ്ഞാൽ കേരള ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളല്ല, RSSന്റെ നിയന്ത്രണത്തിലുള്ള ഒരു കേന്ദ്ര സിലബസിലുള്ള സ്കൂളാണ്. 4 ബോംബാണ് അവിടെ കണ്ടെടുത്തിട്ടുള്ളത്. 1 ബോംബാണ് പൊട്ടിയിട്ടുള്ളത്. RSSന്റെ റൂട്ട് മാർച്ച് നടത്തുന്നത് അവരുടെ മൈതാനത്തിലാണ്. പക്ഷേ കേരള ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പാണ് NOC കൊടുത്തിരിക്കുന്നത്. അപ്പോൾ NOC പിൻവലിക്കാനുള്ള അധികാരം കേരള ഗവൺമെന്റിനുണ്ട്. പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ റിപ്പോർട്ടിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിന് പോലും അർഹനില്ലാത്ത വ്യക്തിയെ പാലക്കാട്ടെ ജനങ്ങൾക്കുമേൽ കെട്ടിവെക്കുന്നത് എന്തിനാണെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കണമെന്ന് മന്ത്രി MP രാജേഷ്. രാജിയല്ലാതെ രാഹുലിന് മുന്നിൽ വേറെ വഴിയില്ലെന്നും മന്ത്രി പാലക്കാട്ട് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ നേരത്തെ തന്നെയുള്ളതാണെന്ന് MP രാജേഷ് ആരോപിച്ചു. ഇത് മറച്ചുവെച്ചുകൊണ്ടാണ് MLA സ്ഥാനാർത്ഥിയാക്കിയത്. ആദ്യം ആരോപണം ഉന്നയിച്ച കുട്ടി നേതൃത്വത്തിന് പരാതി നൽകി. പരാതിയിൽ നീതി ലഭിക്കാതെ വന്നതോടെയാണ് പരസ്യമായി പ്രതികരിച്ചത്. രാഹുലിന് രാജിയല്ലാതെ വേറെ വഴിയില്ലെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിന് പോലും പറ്റാത്ത ഒരാളെ MLA ആയിട്ട് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ന്യായീകരണമാണെന്നത് അത് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കും. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് അവർ നടപടിയെടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും. പ്രാഥമിക അംഗത്വത്തിന് യോഗ്യനല്ലാത്ത ഒരാളെ പാലക്കാട്ടെ ജനങ്ങളുടെ മേൽ MLA ആയി അടിച്ചേൽപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത് എന്ത് ന്യായമാണ്? അപ്പോൾ കോൺഗ്രസ് നേതൃത്വം MLAയുമായി ഒത്തുകളിച്ചിരിക്കുകയാണ്. MLA സ്ഥാനത്ത് തുടരാൻ ഉള്ള സൗകര്യം പേരിനൊരു പാർട്ടി നടപടി എടുത്തിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി കോൺഗ്രസ് സസ്പെൻഷനിൽ ചുരുക്കിയത് MLA സ്ഥാനം രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിൽ. പാലക്കാട് മണ്ഡലത്തിൽ ഇപ്പോൾ 2ാം സ്ഥാനത്തുള്ള BJPക്ക് വഴിയൊരുക്കലാകും MLA സ്ഥാനത്തു നിന്നുള്ള രാഹുലിൻ്റെ രാജിയെന്ന് പാർട്ടി വിലയിരുത്തുന്നു. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്തത്. ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് സസ്പെൻഷൻ. MLA സ്ഥാനം രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയുണ്ടെന്നും ഇത് പാലക്കാട് മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന BJPക്ക് വഴിയൊരുക്കലാകുമെന്ന നിഗമനമാണ് നടപടി സസ്പെൻഷനിൽ ചുരുക്കാൻ കാരണമെന്നാണ് സൂചന. സംസ്ഥാനത്ത് 3ാം ഭരണം ലക്ഷ്യമിടുന്ന LDFിലെ പ്രമുഖ കക്ഷിയായ CPM BJP ഡീൽ നടത്തുമെന്ന് കോൺഗ്രസ് സംശയിക്കുന്നു. രാഹുൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് KPCC എന്ന് അറിയുന്നു. നിയമസഭാ നടപടികളിൽ നിന്ന് രാഹുലിനെ വിലക്കും. രാഹുലിനെതിരെയുള്ള BJP CPM സമരങ്ങൾ ഒത്തുതീർപ്പിൻ്റെയും യോജിപ്പിൻ്റെയും ഡീലാണെന്ന സംശയം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. CPM BJP നേതൃത്വത്തിലെയും ലീഡർഷിപ്പിലെയും ചിലർക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ, CPMലെ കത്ത് വിവാദം, ADGP അജിത് കുമാറിനെതിരെയുള്ള കോടതി പരാമർശം, കോടതിയുടെ അദൃശ്യ ശക്തി പ്രയോഗം തുടങ്ങിയ സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലായ വിവിധ വിഷയങ്ങളിൽ രാഹുലിനെ മറയാക്കി രക്ഷപ്പെടാനുള്ള ശ്രമമാണെന്നും KPCC സംശയിക്കുന്നു. ചില നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലിനോട് കൂടുതൽ വിശദീകരണം തേടിയതിനു ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും സൂചനയുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജനവാസ മേഖലയായ മുള്ളൂർക്കര വാഴക്കോട് വീണ്ടും കാട്ടാന ഇറങ്ങി. തുടർച്ചയായി കാട്ടാനകൾ പ്രദേശത്ത് ഇറങ്ങുന്നത് ജനങ്ങളെ ഭീതിയിൽ ആക്കുന്നുണ്ട്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ 3 കാട്ടാനകൾ പ്രദേശത്തെ കൃഷിക്കും നാശം വരുത്തിയിട്ടുണ്ട്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് RRT സംഘം സ്ഥലത്തെത്തി ദീർഘനേരത്തെ പരിശ്രമത്തിനൊടുവിൽ കാട്ടാനകളെ കാട്ടിലേക്ക് തന്നെ തിരിച്ചയച്ചു. എന്നാൽ വനപാലകർ ശാശ്വത നടപടികൾ കൈക്കൊള്ളുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കുളപ്പള്ളി ഷൊർണൂർ പാതയിലെ തകർച്ചയ്ക്ക് ശാപമോക്ഷമാവുന്നു. പ്രതിഷേധങ്ങൾക്കും ദീർഘനാളത്തെ കാത്തിരിപ്പിനുമൊടുവിൽ പാതയിലെ അറ്റകുറ്റപ്പണികൾ തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചു. 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പാതയിൽ അറ്റകുറ്റപ്പണികൾ നടപ്പാക്കുന്നത്. തകർച്ചയെ തുടർന്ന് വാഹനയാത്ര ദുസ്സഹമായ കുളപ്പള്ളി ഷൊർണൂർ പാതയ്ക്ക് ഒടുവിൽ ശാപമോക്ഷം. നിരവധി പ്രതിഷേധങ്ങൾക്കും ദീർഘനാളത്തെ കാത്തിരിപ്പിനുമൊടുവിൽ പാതയിലെ അറ്റകുറ്റപ്പണികൾക്ക് തിങ്കളാഴ്ച തുടക്കം കുറിച്ചു. മഴ മാറി നിന്നതോടെയാണ് പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത്. തകർച്ച രൂക്ഷമായ ഭാഗങ്ങളിൽ JCB ഉപയോഗിച്ച് പഴയ ടാറിങ് ഇളക്കിമാറ്റുന്ന പ്രവൃത്തികൾക്കാണ് ആദ്യം തുടക്കം കുറിച്ചിരിക്കുന്നത്. റോഡിലെ തകർച്ച പരിഹരിക്കാത്തതിനെതിരെ നേരത്തെ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഷൊർണൂർ MLA P മമ്മിക്കുട്ടിയുടെ ഇടപെടലിനെ തുടർന്നാണ് പാതയിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ തീരുമാനമായത്. നഗരപരിധിയിലെ പ്രധാന റോഡ് കൂടിയാണിത്. PWD വിഭാഗത്തിനാണ് അറ്റകുറ്റപ്പണിയുടെ നിർമ്മാണ ചുമതല. 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പ്രവൃത്തികൾ നടപ്പാക്കുക. കുളപ്പള്ളിയിൽ നിന്നും കൈലാട് ഭാഗത്തേക്ക് പോകുന്ന പ്രവേശന ഭാഗം മുതൽ ഷൊർണൂർ SMB ജംഗ്ഷൻ വരെയും അവിടെ നിന്നും ടൗൺ ചുറ്റി പൊതുവാൾ ജംഗ്ഷൻ വരെയുമുള്ള 4.3 കിലോമീറ്റർ ദൂരമാണ് അറ്റകുറ്റപ്പണികൾ നടത്തുകയെന്ന് PWD അധികൃതർ പറഞ്ഞു. ഇത്രയും ദൂരം വരുന്ന പാതയിലെ കൂടുതൽ തകർച്ച നേരിട്ട ഭാഗങ്ങളിലാണ് അറ്റകുറ്റപ്പണികൾ പ്രധാനമായും നടത്തുക. പഴയ ടാർ ഇളക്കി മാറ്റി വെറ്റ് മിക്സ് നിരത്തി ഉറപ്പിച്ച ശേഷം ടാറിംഗ് നടത്താനാണ് അധികൃതരുടെ ഉദ്ദേശം. നിലവിലെ തകർച്ച പരിഹരിച്ച് വാഹനയാത്ര സുഗമമാക്കുകയാണ് ലക്ഷ്യം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നിരാലംബരായ കിടപ്പ് രോഗികൾക്ക് ഓണക്കിറ്റ് നൽകി ഷൊർണൂർ നഗരസഭ പാലിയേറ്റീവ്. 14 വാർഡിലെ കല്ലിപ്പാടം വാര്യത്ത് വീട്ടിൽ കുറുമ്പയ്ക്ക് ആദ്യ കിറ്റ് നൽകി നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. നഗരസഭയിലെ നിരാലംബരായ കിടപ്പ് രോഗികൾക്കാണ് പാലിയേറ്റീവ് നേതൃത്വത്തിൽ ഓണക്കിറ്റ് എത്തിച്ചു നൽകുന്നത്. 14 വാർഡിലെ കല്ലിപ്പാടം വാര്യത്ത് വീട്ടിൽ കുറുമ്പയ്ക്ക് ആദ്യ കിറ്റ് നൽകി നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. തിരുവോണത്തിന്റെ ഭാഗമായിട്ട് ഷൊർണൂർ നഗരസഭയിലെ കിടപ്പ് രോഗികൾക്ക് ഏതാണ്ട് 1600 രൂപയുടെ ഓണക്കിറ്റാണ് നൽകുന്നത്. അതിൽ ആ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നിത്യോപയോഗ സാധനങ്ങൾ, പഴം, അതുപോലെ ഓണക്കൂടി ഉൾപ്പെടെയാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. പാലിയേറ്റീവ് രംഗത്ത് കേരളത്തിലെ ഗവൺമെന്റും അതുപോലെ തന്നെ നഗരസഭയും ഗവൺമെന്റ് ആശുപത്രിയും എല്ലാം ചേർന്നുകൊണ്ട് സുസ്ഥിരമായിട്ടുള്ള സേവനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഓണക്കോടി, പഴം തുടങ്ങി 1600 രൂപയോളം വില വരുന്ന 16 ഇനം നിത്യോപയോഗ സാധനങ്ങൾ അടങ്ങുന്നതാണ് ഓണക്കിറ്റ്. 2 ദിവസങ്ങളിലായി നഗരസഭയിലെ 38 കിടപ്പ് രോഗികൾക്ക് ഓണക്കിറ്റ് നൽകും. കൗൺസിലർ KM ലക്ഷ്മണൻ, ആശാവർക്കർമാരായ ബിന്ദു, ധനം, സിന്ധു, ശൈലജ, പാലിയേറ്റീവ് നഴ്സ് ശ്രീവിദ്യ, പാലിയേറ്റീവ് വളണ്ടർ ഡി സിമി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പൈപ്പിടാനായി വെട്ടിപ്പൊളിച്ച റോഡിൽ അപകടങ്ങൾ തുടർക്കഥയായപ്പോൾ തകർന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി നാട്ടുകാർ. മണ്ണൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിലെ നീലാഞ്ചേരി കോൺക്രീറ്റ് റോഡിലെ വെട്ടിപ്പൊളിച്ച ഭാഗമാണ് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ സഞ്ചാരയോഗ്യമാക്കിയത്. മണ്ണൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിലെ നീലാഞ്ചേരി കോൺക്രീറ്റ് റോഡിലെ വെട്ടിപ്പൊളിച്ച ഭാഗമാണ് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ കോൺക്രീറ്റ് ചെയ്തത്. മാസങ്ങൾക്ക് മുൻപ് ജൽജീവൻ മിഷൻ പൈപ്പിടാനായി കോൺക്രീറ്റ് റോഡ് പൊളിച്ചിട്ടിരുന്നു. മാസങ്ങൾ പിന്നിട്ടിട്ടും നന്നാക്കിയില്ല. മഴക്കാലത്ത് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായി. ഇരുചക്ര വാഹനങ്ങൾക്ക് ഇതുമൂലം ഏറെ പ്രയാസവും നേരിട്ടതോടെയാണ് പ്രദേശവാസികളുടെ കൂട്ടായ്മകൾ തകർന്ന ഭാഗം റോഡ് കോൺക്രീറ്റ് ചെയ്തത്. എന്നാൽ പലതവണ ബന്ധപ്പെട്ടവരെ ഇക്കാര്യം അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ നേതൃത്വത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകം വായിച്ച മുതിർന്ന അംഗമായ MK വേലായുധന് സ്വീകരണം നൽകി. കോട്ടായി പുളിനെല്ലി കാവതിയോട് വീട്ടിൽ 77 വയസ്സുള്ള ഇദ്ദേഹം വായനശാലയിലെ സ്ഥിരം വായനക്കാരനാണ്. തൻ്റെ ചെറുപ്പകാലം മുതൽ ആരംഭിച്ച വായനയാണ് പല കാര്യങ്ങൾക്കും വ്യക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിഞ്ഞതെന്ന് സ്വീകരണ യോഗത്തിൽ MK വേലായുധൻ വ്യക്തമാക്കി. വയോജനവേദി കോർഡിനേറ്റർ K പത്മാവതി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് R റിൻസി അധ്യക്ഷത വഹിച്ചു. ലൈബ്രറിയൻ V ചിത്ര നന്ദിയും പറഞ്ഞു. ശരിക്കും വേലായുധൻ നമ്മുടെ കൂടെ, നമ്മുടെ നാട്ടിൻ്റെ കൂടെ ഒരു തലമുറകളോളം, അല്ലേ, 2 തലമുറ ആകാനായി ആ തലമുറകളോളം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അദ്ദേഹത്തെ ആദരിക്കാൻ കിട്ടിയത്, ആദരിക്കുക വെച്ചാൽ വായനശാലയിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുട്ടികളൊക്കെ വിളിച്ചു കൂട്ടി അതിൻ്റെ ഇടയിൽ വെച്ചിട്ടൊക്കെ ആദരിക്കുന്നതിനുപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരോടൊപ്പം നിന്ന് അദ്ദേഹത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള നാട്ടുകാരെ വിളിച്ചു കൂട്ടി നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രായത്തിലുള്ള അമ്മമാരെ വിളിച്ചു കൂട്ടി ആണ് നമ്മൾക്കൊരു പരിപാടി സംഘടിപ്പിച്ച് നിങ്ങളെ എല്ലാവരും നമ്മളെ ഇപ്പോൾ ആരെങ്കിലും 2 പേർ ചേർന്നിട്ടല്ല ആദരിക്കുന്നത്, നമ്മളെല്ലാവരും കൂടി ചേർന്നാണ് അദ്ദേഹത്തെ ആദരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഇറങ്ങും മുമ്പേ ഓടിത്തുടങ്ങിയ ട്രെയിനിൽ നിന്ന് യാത്രക്കാരിയെ രക്ഷപ്പെടുത്തിയ റെയിൽവേ ജീവനക്കാരൻ പാർലി തേനൂർ സ്വദേശി ചന്തുവിനെ K ശാന്തകുമാരി MLA അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി ആദരിച്ചു. എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ ഇലക്ട്രിക് വിഭാഗത്തിൽ ഗ്രേഡ് 1 ജീവനക്കാരനാണ് ചന്തു. പാലക്കാട് പറളി തേനൂർ കോട്ടായി റോഡ് വളയച്ചൻ മാരിയൽ രാധാകൃഷ്ണൻ മഹാലക്ഷ്മി ദമ്പതികളുടെ മകൻ 38 വയസ്സുള്ള രാഘവനുണ്ണി എന്ന ചന്തുവാണ് ഒരു നിയോഗം പോലെ ദുരന്ത സാഹചര്യത്തിൽ നിന്ന് യാത്രക്കാരിയെ രക്ഷിച്ചത്. 13 വർഷമായി റെയിൽവേയിൽ ജീവനക്കാരനായ ചന്തു ഓഗസ്റ്റ് 9 എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ജോലി സംബന്ധമായി എത്തിയതായിരുന്നു. രാത്രി 12:45 രാജധാനി എക്സ്പ്രസിൽ കയറാനെത്തിയ സ്ത്രീ കയറും മുമ്പേ വണ്ടി ഓടിത്തുടങ്ങി. ഒരു കൈ ട്രെയിനിൻ്റെ വാതിൽപ്പടിയിലും ശരീരം പുറത്തുമായുള്ള സ്ത്രീയുടെ കാഴ്ച കണ്ടതും ചന്തു രണ്ടാമതൊന്നും ആലോചിച്ചില്ല. ഓടിച്ചെന്ന് സ്ത്രീയെ വാരിയെടുത്ത് ട്രെയിനിൽ നിന്നും പിടുത്തം വിടാൻ ആവശ്യപ്പെട്ടു. ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ അവർ സ്ഥലം വിട്ടു. അവരെക്കുറിച്ച് വിശദമായൊന്നും ചോദിച്ചില്ലെന്നും പണി ഉപകരണങ്ങളെടുത്ത് മടങ്ങി എന്നും ചന്തു പറയുമ്പോൾ കണ്ണുകളിൽ ആനന്ദ നിർവൃതി. സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകാൻ മാത്രം ഒന്നും ചെയ്തില്ലെന്നും മാനുഷിക കടമ നിറവേറ്റുക മാത്രമാണ് ചെയ്തതെന്നും ഈ മനുഷ്യസ്നേഹി പറയുന്നു. ഭാര്യ രേഷ്മയ്ക്കും മക്കൾ അവനിക്കും അതിലേറെ സന്തോഷമായി. വീട്ടിലെത്തിയ MLA ചന്തുവിനെ പൊന്നാടയണിച്ച് ആദരിച്ചു. MLAയോടൊപ്പം CPM നേതാക്കളായ MT ജയപ്രകാശ്, KT സുരേഷ് കുമാർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ കല്ലിപ്പാടം തൃക്കോവിൽ സന്താനഗോപാലമൂർത്തി വിഷ്ണുക്ഷേത്രത്തിൽ സംഗീത കച്ചേരി അരങ്ങേറി. അങ്ങാടിപ്പുറം ശ്രീദേവി ടീച്ചറുടെ ശിഷ്യരായ ശ്രീലക്ഷ്മി, ശ്രീംബാല എന്നിവരാണ് ഓഗസ്റ്റ് മാസത്തിലെ സ്പെഷ്യൽ പരിപാടിയായി സംഗീത കച്ചേരി അവതരിപ്പിച്ചത്. മനോജ് കുളപ്പുള്ളി മൃദംഗത്തിലും VT ശങ്കരനാരായണൻ വയലിനിലും പിന്നണി തീർത്തു. Thank you.
സംഗീത കച്ചേരിക്ക് ശേഷം പ്രസാദ വിതരണമുണ്ടായി. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി പി.സി. രാജീവ്, ട്രഷറർ എ.കെ. മണികണ്ഠൻ, കമ്മിറ്റി അംഗങ്ങളായ കെ. ഉണ്ണികൃഷ്ണൻ, ടി. മുരളീധരൻ, കെ.എ. ശങ്കരനാരായണൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി കോസ്മെറ്റിക് ക്ലിനിക് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെയും കീഴായൂർ EMS കലാസമിതി വായനശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ ജനറൽ ശിശുരോഗ നിർണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കീഴായൂർ ഗവൺമെൻറ് UP സ്കൂളിൽ നടന്ന പരിപാടി പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ. ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. ചടങ്ങിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ വിഭാഗത്തിലും ശിശുരോഗ വിഭാഗത്തിലുമായി പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനം ലഭ്യമായിരുന്നു. പരിശോധനകൾക്ക് ശേഷം മരുന്ന് വിതരണവും ഉണ്ടായി. പട്ടാമ്പി കോസ്മെറ്റിക് ക്ലിനിക് ചീഫ് കോപ്പറേറ്റിംഗ് ഓഫീസർ റിട്ടയർഡ് ക്യാപ്റ്റൻ കൃഷ്ണകുമാർ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി. ഒറ്റപ്പാലം അർബൻ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ മണ്ണൂരിൽ കസ്റ്റമർ മീറ്റും വായ്പാ മേളയും സംഘടിപ്പിച്ചു. ബാങ്ക് ചെയർമാൻ യു രാജഗോപാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബാങ്കിന്റെ യഥാർത്ഥത്തിലുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ലോൺ കൊടുക്കുക, ലോൺ തിരിച്ചു വാങ്ങുക, ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, ഇതെല്ലാമാണ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ചുമതല. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ആളുകൾ ബാങ്കിന്റെ ഡെപ്പോസിറ്റർമാർ. ആ ഡെപ്പോസിറ്റർമാരുടെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ലോൺ ആവശ്യവുമായി വരുന്ന ആളുകൾക്ക് ബാങ്ക് ലോൺ നൽകുന്നത്. ലോൺ നൽകുന്നതിന്റെ ഭാഗമായി അവരടയ്ക്കുന്ന പലിശയും മറ്റു കാര്യങ്ങളുമെല്ലാം ഉപയോഗപ്പെടുത്തിയാണ് ബാങ്കിന്റെ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ വരുമാനമെടുത്താണ് ഡെപ്പോസിറ്റേഴ്സിന് പലിശ കൊടുക്കുന്നത്. ബാങ്ക് പ്രൊഫഷണൽ ഡയറക്ടർ M. വിജയൻ അധ്യക്ഷനായി. മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത, AGM CS ബിന്ദു എന്നിവർ സംസാരിച്ചു. STVയിലും ഓണാഘോഷം. STV ചാനലിൻ്റെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 31 പൂക്കള മത്സരം സംഘടിപ്പിക്കാനൊരുങ്ങുന്നു. ഷൊർണൂർ ബസ് സ്റ്റാൻഡ് ബിൽഡിങ്ങിലുള്ള അയ്യങ്കാളി ഹാളിലാണ് മത്സരവേദി. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 ടീമുകൾക്കായിരിക്കും മത്സരത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യത. ഞായറാഴ്ച രാവിലെ 9:30 മുതൽ 12:30 വരെയാണ് മത്സരം. ഒന്നാം സമ്മാനം 3000 രൂപയും രണ്ടാം സമ്മാനം 2500 രൂപയും മൂന്നാം സമ്മാനം 2000 രൂപയും മറ്റു പങ്കെടുക്കുന്ന മുഴുവൻ ടീമുകൾക്കും 1000 രൂപ വീതവും പ്രോത്സാഹന സമ്മാനമായി നൽകുന്നതായിരിക്കും. മത്സരത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 26/8/2025 ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്കുള്ളിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 7012183853 അല്ലെങ്കിൽ 7356178273 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി കോൺഗ്രസ് നേതൃത്വം മയപ്പെടുത്തുന്നത് ഭയം കൊണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി. പല നേതാക്കളുടെയും രഹസ്യങ്ങൾ രാഹുലിനറിയാം. ശാസ്ത്രമേള പോലുള്ള പരിപാടികളിൽ MLA എന്ന നിലയിൽ രാഹുൽ പങ്കെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. സന്നിധാനത്ത് നടക്കുന്ന അയ്യപ്പ സംഗമത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി പങ്കെടുത്താൽ തടയുമെന്ന് BJPയുടെ വെല്ലുവിളി സ്വപ്നം മാത്രമെന്നും മന്ത്രി ശിവൻകുട്ടി. പാർട്ടിയിലെ പ്രാഥമിക അംഗത്വത്തിന് പോലും അർഹനല്ലാത്ത വ്യക്തിയെ പാലക്കാട്ടെ ജനങ്ങൾക്ക് മേൽ കെട്ടിവെക്കുന്നത് എന്തിനാണെന്ന് വ്യക്തമാക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണമെന്ന് മന്ത്രി MP രാജേഷ്. രാജിയല്ലാതെ രാഹുലിന് മുന്നിൽ വേറെ വഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ നേരത്തെ തന്നെയുള്ളതാണെന്നും ഇത് മറച്ചുവെച്ചാണ് പാലക്കാട്ടെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും MP രാജേഷ്. മുള്ളൂർക്കര വാഴക്കോട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. പ്രദേശത്ത് ഭീതി പരത്തിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ആനകളെ കാട്ടിലേക്ക് തിരിച്ചയക്കാനായത് RRT സംഘം നടത്തിയ ദീർഘനേരത്തെ പരിശ്രമത്തിനൊടുവിൽ. കുളപ്പള്ളി ഷൊർണൂർ പാതയിൽ അറ്റകുറ്റപ്പണികൾ തുടങ്ങി. മഴ മാറിയതോടെ പാതയിൽ നടത്തുന്നത് 25 ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണികൾ. ഓണത്തിന് മുൻപ് റൂട്ടിൽ ഗതാഗതം സുഗമമാക്കാൻ ശ്രമം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.